ദൈവത്തെ പ്രീതിപ്പെടുത്താൻ മനുഷ്യരെ പോലും ക്രൂരമായി ബലി നൽകിയിരുന്ന ഒരു സമൂഹം, സ്വന്തമായി കൃത്യമായ ഒരു ആസ്ട്രോണമിക്കൽ കലണ്ടർ ഉണ്ടായിരുന്ന ഒരു സമൂഹം, ചിച്ചൻ ഇറ്റ്സ പോലുള്ള മഹാനിർമ്മിതികൾ നിർമ്മിച്ച ഒരു സമൂഹം. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് മായൻ സിവിലൈസേഷനെ കുറിച്ചാണ്. ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൽ ജോൺ ലോയ്ഡ് സ്റ്റീവ്സ് ആൻഡ് ഫെഡറിക് കാതർവുഡ് എന്നീ രണ്ടു പേരാണ് മെക്സിക്കോയുടെ സൗത്തേൺ പാർട്ടിലുള്ള വനത്തിൽ നിന്നും മായൻ സിവിലൈസേഷന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയത്. നമ്മുടെ പഠനങ്ങൾ പ്രകാരം മായൻസ് 2000 BCയിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു സിവിലൈസേഷൻ ആണ്. 2000 BCയിലാണ് ജീവിച്ചതെങ്കിലും അന്നവർ വളരെ ഇന്റലിജൻസ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു. കാരണം അവർ നല്ലൊരു കർഷകരും നല്ലൊരു കൺസ്ട്രക്ടേഴ്സും അതിലുപരി നല്ലൊരു ജ്യോതിശാസ്ത്രജ്ഞരും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നവർ കൃത്യമായ ഒരു ആസ്ട്രോണമിക്കൽ കലണ്ടർ നിർമ്മിച്ചിരുന്നു. ഏതാണ്ട് 18 മാസങ്ങളായിരുന്നു ആ ഒരു കലണ്ടറിൽ ഉണ്ടായിരുന്നത്. ഇതിലൊക്കെ ഉപരി മായൻസിന് മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് മായൻസ് അമിത ദൈവവിശ്വാസികളായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ധാരാളം മനുഷ്യരെ പോലും അവർ ക്രൂരമായി അവരുടെ ദൈവത്തിന് വേണ്ടി ബലി നൽകിയിരുന്നു. നിലവിൽ മായൻസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ അറിവുകളില്ല. എന്നാൽ മായൻ സിവിലൈസേഷന്റെ അവസാനത്തിന് കാരണമായ 2 കാരണങ്ങൾ നിലവിലെ പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്ന്, അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളാണ്. ഇത്തരം യുദ്ധങ്ങളിലൂടെ ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ നഷ്ടമായി. 2, മായൻ സിവിലൈസേഷൻ ജീവിച്ചിരുന്ന ഭാഗത്ത് സംഭവിച്ച അതിശക്തമായ വരൾച്ചയാണ്. ഇതുമൂലം ഒരുപാട് പേര് മരണത്തിന് കീഴടങ്ങുകയും എന്നാൽ അവശേഷിച്ച ആളുകൾ പല ഭാഗങ്ങളിലേക്ക് കുടിയേറി പോവുകയും ചെയ്തു. എന്നാൽ നിലവിൽ മായൻസിന്റെ ഒരുപാട് പിൻഗാമികൾ മെക്സിക്കോയുടെ പല ഭാഗങ്ങളിലായി ഇന്നും ജീവിക്കുന്നുണ്ട്.